ലൈംഗിക പീഡന കേസിൽ പ്രതിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യെ സംരക്ഷിക്കുന്നതിൽ UDF-ൽ ഭിന്നത. MLA സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നതിൽ യോജിപ്പില്ലെന്ന UDF പാർലമെന്ററി പാർട്ടി നിലപാടിന് പിന്നാലെയാണ് ചില നേതാക്കൾ അതൃപ്തി പ്രകടിപ്പിച്ചത്. കോൺഗ്രസ് നേതാക്കളിൽ ചിലരും ചില ഘടകകക്ഷി നേതാക്കളും അതൃപ്തി അറിയിച്ചതായാണ് സൂചന. ദിസ്ന സുരേഷ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ദിസ്ന, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഈ എത്തിക്സ് കമ്മിറ്റി വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ തന്നെ നമ്മൾ വാർത്ത ബ്രേക്കിയിരുന്നു. റോജി എം ജോൺ അടക്കമുള്ള കോൺഗ്രസ് പ്രതിനിധികൾ ഇതിനെ എതിർത്തു എന്ന്. എന്തായാലും ഇത് കോൺഗ്രസിനുള്ളിലും UDF-നുള്ളിലും ഭിന്നതയിലേക്ക് നയിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്, അല്ലേ ദിസ്ന? ഗുഡ് മോർണിംഗ് പ്രദീപ് പിള്ള. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ UDF അയോഗ്യനാക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല എന്നൊരു നിലപാട് കഴിഞ്ഞ ദിവസം എടുത്തത്. UDF പാർലമെന്ററി യോഗത്തിലാണ് ഇത്തരത്തിലൊരു നിലപാടുണ്ടായത്. നമുക്കറിയാം, 3 ലൈംഗിക പീഡന കേസുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരുള്ള. അത്തരത്തിലൊരു വ്യക്തിയെ സംരക്ഷിക്കുന്ന നിലപാടിലേക്ക് കോൺഗ്രസ് കടക്കുമ്പോൾ അതെങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്നതുൾപ്പെടെയുള്ള ആശങ്കകൾ മുതിർന്ന നേതാക്കൾ പങ്കുവച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് സീറ്റ് നിർണ്ണയവുമായി ബന്ധപ്പെട്ട സ്ക്രീനിംഗ് കമ്മിറ്റി യോഗമൊക്കെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചർച്ചയാവുന്നുണ്ട്. സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനൊക്കെ തന്നെയും തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട്. മുതിർന്ന നേതാക്കന്മാരൊക്കെയായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ വിഷയം പ്രചരിക്കുക എന്നത് പാർട്ടിയിൽ വലിയ തലത്തിൽ ചർച്ചയാവുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കന്മാർക്കിടയിൽ നമുക്കറിയാം, ആദ്യഘട്ടത്തിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം വിഷയവുമായി ബന്ധപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ പ്രത്യക്ഷത്തിൽ പ്രതികരണത്തിന് തയ്യാറായില്ലെങ്കിൽ പോലും പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചില ഭിന്നതകൾ ഉടലെടുത്തിരുന്നു എന്നതും നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിൽ മുതിർന്ന നേതാക്കന്മാർക്കും ചില ഘടകകക്ഷികൾക്കും ഇത് സംബന്ധിച്ച വലിയ എതിർപ്പുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും UDF പാർലമെന്ററി യോഗത്തിലാണ് ഇത്തരത്തിൽ അയോഗ്യനാക്കുന്നതിനെ എതിർക്കുമെന്ന് പറയുന്നത്. നിയമസഭയുടെ അല്ലെങ്കിൽ ഇത്തരത്തിൽ കീഴ്വഴക്കവുമായി ബന്ധപ്പെട്ടതല്ല ഈ തെരഞ്ഞെടുക്കപ്പെട്ട MLA-യെ അയോഗ്യനാക്കുന്ന നടപടി എന്നൊരു വിശദീകരണം അല്ലെങ്കിൽ അത്തരത്തിലൊരു ന്യായീകരണമാണ് കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. പാർട്ടി തന്റെ ഭാഗം കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല, പാർട്ടി തന്നെ പുറത്താക്കിയതിൽ വലിയ സങ്കടമുണ്ട്, പക്ഷേ സ്വതന്ത്രനായി മത്സരിക്കുവാൻ ഒരു അവസരമുണ്ടെങ്കിൽ അതും വിനിയോഗിക്കുന്നു തുടങ്ങിയ സൂചനകളൊക്കെ തന്നെയും രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് വയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ ലൈംഗിക പീഡന പരാതിയിൽപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരാളെ ന്യായീകരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക തുടങ്ങിയ ആശങ്കകളൊക്കെ തന്നെയും പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത് കഴിഞ്ഞു. പ്രദീപ് പിള്ള. ശരി, ദിസ്നയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന്റെ അകത്തുണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പവും ഭിന്നതയും തമ്മിൽ തല്ലുമൊക്കെ വിവരിച്ചത്. നമുക്ക് നോക്കാം എങ്ങോട്ടേക്കാണ് പോകുന്നത്. കാര്യം അധികാരം സ്ത്രീ പീഡകരായാലും അല്ലേ, അവർക്ക് തള്ളി പറയാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്.